പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മളുടെ ശനിയാഴ്ച തോറുമുള്ള ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന പരമ്പരയുടെ തുടർച്ചയാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുമ്പുള്ള മെസ്സേജസ് കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില പ്രധാന സത്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിത ശുശ്രൂഷയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അതും ലേവ്യ പൗരോഹിത്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഡിസ്കസ് ചെയ്തതിനേക്കാൾ കൂടുതലുള്ള വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടത്, മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ സ്ഥലവും വെച്ചിട്ടുള്ള തൻ്റെ പേര് നമ്മൾ പഠിക്കുമ്പോൾ, മൽക്കീസേദെക്ക് എന്ന് പറയുന്നത് നീതിയുടെ രാജാവെന്നും, ശാലേം എന്ന് പറയുന്നത് സമാധാനം, ശാലേമിൽ നിന്നുള്ള രാജാവ് എന്ന രീതിയിൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നുള്ള പേരാണ് അദ്ദേഹത്തിനുള്ളത്. അന്നേരം അത് യേശുക്രിസ്തുവിനെ റിസംബിൾ ചെയ്യുന്നു. മാത്രമല്ല, അദ്ദേഹം ആദ്യത്തെ പുരോഹിതനും ആദ്യത്തെ രാജാവുമാണ്. അന്നേരം ആദ്യമായിട്ട് ദൈവം സ്ഥാപിച്ച ഒരു പൗരോഹിത്യ രാജകീയ പുരോഹിതൻ എന്നുള്ളത് മൽക്കീസേദെക്കാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചിന്തിച്ചത്. അന്നേരം അത് ഫോർമറുമാണ്. അതേപോലെ ലേവ്യ പൗരോഹിത്യം പിന്നീട് വന്നാണ് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിച്ചു. മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം എന്നുള്ളത് സുപ്പീരിയർ ആണ്, ലേവ്യ പൗരോഹിത്യം എന്നുള്ളത് ഇൻഫീരിയർ ആണ്. മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം എന്നുള്ളത്, അല്ലെങ്കിൽ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്നുള്ളത് പെർഫെക്റ്റ് ആണ്. ലേവ്യ പൗരോഹിത്യം എന്നുള്ളത് ഇംപെർഫെക്റ്റ് ആയിരുന്നു. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പെർമനൻ്റ് ആണ്. അതേസമയം ലേവ്യ പൗരോഹിത്യം ടെമ്പററി ആയിരുന്നു. അതേപോലെ ലേവ്യ പുരോഹിതന്മാർ ഭൂമിയിലുള്ള ഭൗതികമായിട്ടുള്ള ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, നിത്യപുരോഹിതനായിട്ടുള്ള യേശുക്രിസ്തു നിത്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ, സ്വർഗത്തിലെ ആലയത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചത്, മൽക്കീസേദെക്കിന് ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ദൈവം സ്ഥാപിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഒരു പുരോഹിതൻ ഉളവാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടിയാണ് യേശുക്രിസ്തു പുരോഹിതനായി ശുശ്രൂഷ തുടങ്ങുന്നത്. യേശുക്രിസ്തു നിത്യപുരോഹിതനാണ്, എന്നാൽ ശുശ്രൂഷ തുടങ്ങുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ റിലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനോട് കൂടെ രാജകീയ പുരോഹിത്യത്തിലേക്ക് കടക്കുന്ന നമ്മളും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് നമ്മളും ആ പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നത്. അത് പത്രോസ് വിശദീകരിക്കുന്നുണ്ട്. ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിച്ച് പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നു എന്നുള്ളത്. അതായത് നമ്മളൊരിക്കലും മഹാപുരോഹിതന്മാരല്ല, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. യേശുക്രിസ്തുവാണ് മഹാപുരോഹിതൻ. അന്നേരം ദൈവസഭയിലെ എൽഡേഴ്സും വിശ്വാസികളും എല്ലാവരും ഒരേപോലെ രാജകീയ പുരോഹിത വർഗമാണ്. അല്ലാതെ അതിൽ നിന്ന് ഒരു വ്യക്തി മഹാപുരോഹിതനാവുന്നില്ല. ഒരൊറ്റ മഹാപുരോഹിതനേ ഉള്ളൂ. ഒരു തലയും ബാക്കിയുള്ളവരെല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. ഒരു ശ്രേഷ്ഠ ഇടയനും അതേപോലെ തന്നെ ദൈവസഭയിൽ ദൈവം കൊടുത്തിരിക്കുന്ന മൂപ്പന്മാരും ബാക്കിയുള്ള ശുശ്രൂഷകരും അംഗങ്ങളും എല്ലാം തന്നെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് ചിന്തിക്കാം. ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യത്തെ പറ്റി പഠിപ്പിക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. കാരണം അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടുമിക്ക സഭകളിലും ആർക്കും അറിയാത്തതും പ്രാക്ടീസ് ചെയ്യാത്തതുമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുതിയ നിയമസഭ എന്ന് പറയുമ്പോഴും പഴയ നിയമ പ്രിൻസിപ്പിളിലാണ് പലപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ യഥാർത്ഥ പ്രിൻസിപ്പിൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് പുതിയ നിയമ സഭയായി, അല്ലെങ്കിൽ ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ കടന്നുകൊണ്ട് കുറച്ചുകൂടി എബ്രായ ലേഖനത്തിൽ പറയുന്ന പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ഈ രാജകീയ പുരോഹിത വർഗത്തെ പറ്റിയും, ഇല്ലെങ്കിൽ അതിൻ്റെ അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയും ചിന്തിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനൊരിക്കലും സത്യത്തിൽ ഈ എബ്രായ ലേഖനത്തിൽ കൂടി ഈ പുതിയ നിയമ സത്യങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചതല്ല. ഞാൻ കൂടുതലും ഗലാത്യ ലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കാമെന്നായിരുന്നു ഞാൻ കൂടുതൽ ചിന്തിച്ചത്. കാരണം വിശ്വാസത്താൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുകയും വിശ്വാസത്താൽ ഒരു വ്യക്തി തുറന്ന് ജീവിക്കുകയും ചെയ്യുന്ന കാര്യം ഗലാത്യ ലേഖനത്തിലാണ് കൂടുതലായിട്ട് പറയുന്നത്. എന്നാൽ ദൈവം ലീഡ് ചെയ്ത് അനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ
അതിൽ നിന്ന് ചെറുതായിട്ട് മാറി നമ്മൾ പുതിയ നിയമ സത്യങ്ങളിലേക്ക് വന്നപ്പോൾ എബ്രായ ലേഖനത്തിലാണ് ഏറ്റവും കൂടുതൽ പുതിയ നിയമ സത്യങ്ങൾ വിശദീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതിൽ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയട്ടെ. എനിക്ക് ചോദ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്തില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യാണ്. എബ്രായ ലേഖനകർത്താവ് എഴുതുന്നത് യേശു ക്രിസ്തു ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് എന്ന് ഓൾറെഡി വിശ്വസിക്കുന്ന ഒരു ജനത്തോടാണ്. അതായത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ. അതായത് യേശു ക്രിസ്തുവാണ്, മശിഹയാണ് എന്ന് പഴയ നിയമത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് അവർ അതേസമയം തന്നെ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുകയും വിശ്വാസാൽ നീതീകരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷവും പഴയ നിയമ ആചാരങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ തന്നെ വിശ്വാസാൽ നീതീകരിക്കപ്പെട്ട് തന്നെ ഗലാത്യ ക്രിസ്ത്യാനികളുടെ കൂട്ട് തന്നെ ഈ പഴയ നിയമ ആചാരങ്ങളോട് കൂട്ടിയേർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അന്നേരം ലോയും ഗ്രേസും ഇല്ലെങ്കിൽ ഓൾഡ് കവനും ന്യൂ കവനോട് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ജനതയെടുത്ത് പറയുകയാണ്, അതിലേക്ക് മടങ്ങിപ്പോകേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ മടങ്ങിപ്പോകരുത്. കാരണം അതിനേക്കാൾ യഥാർത്ഥത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു പുരോഹിത വർഗമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ആ പഴയ കവനൻ്റ് ഒബ്സലേറ്റ് ആയിപ്പോയി. ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് പുതിയ നിയമത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അന്നേരം എപ്പോഴും ഉള്ള പ്രോബ്ലം ഇതാണ്. പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിലുള്ള പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള നമ്മുടെ പ്രിവിലേജും ദൈവനും വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിൽ എപ്പോഴും നമ്മളിത് തമ്മിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും. അന്നേരം ഞാനതുകൊണ്ട് ഈ പുതിയ നിയമത്തിലേക്ക് കടന്നതുകൊണ്ടാണ് ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് കൂടുതലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഈ ബൈബിളിൽ ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് എബ്രായ ലേഖനമാണ്. ഏറ്റവും പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള സത്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നിരിക്കുന്നത് എബ്രായ ലേഖനമാണ്. ബൈബിളിലെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന 3 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് റോമാലേഖനം, ഒന്ന് ഗലാത്യ ലേഖനം, ഒന്ന് എബ്രായ ലേഖനം. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വ്യക്തമായിട്ട് ഇത് എബ്രായ ലേഖനത്തിലാണ് പറയുന്നത്. അതായത് എബ്രായ ലേഖനം യഥാർത്ഥത്തിൽ വ്യക്തമായിട്ട് പഠിക്കാത്തൊരു വ്യക്തിക്ക് ഒരു മെച്യൂർ ക്രിസ്ത്യനായി തീരാനായിട്ട് കഴിയത്തില്ല. അദ്ദേഹത്തിന് അവരുടെ സെൻസസ്, എബ്രായ ലേഖനകർത്താവ് പറയുന്ന പോലെ ട്രെയിൻഡായി കട്ടിയായുള്ള ആഹാരം കഴിക്കാനായിട്ട് അവർക്ക് കഴിയാതെ വരുന്നു. കാരണം അവർ ഒരു ശൈശവാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അനേക സഭകൾ ദൈവവചനം വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ആളില്ലാത്തത് കൊണ്ട് അനേക സഭകൾ എന്ന് പറയുന്നത് ഒരു ബേബി സെറ്റിംഗ് സെൻറ്റേഴ്സ് പോലെയാണ്. ശിശുക്കളായിട്ട് പാല് കുടിക്കുന്ന അതേ അവസ്ഥയിലുള്ള അനേക ശിശുക്കളുടെ ഒരു കൂട്ടമാണ് മിക്ക സഭകളും. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പലപ്പോഴും ഞാൻ ഇത്രയും വർഷങ്ങൾക്കിടയിൽ പല സഭകളും കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. അതായത് ബേബി സിറ്റിംഗ് സെൻറ്റേഴ്സ് പോലെ ശിശുക്കളെ പോലെ പാല് കുടിക്കാൻ മാത്രം കഴിവുള്ള കുറേ കുഞ്ഞുങ്ങളും, അതേപോലെ തന്നെ അവർക്ക് കുപ്പിപ്പാലിൽ കൂടി പാല് മാത്രം കൊടുക്കുന്ന കുറേ ഇടയന്മാരും. അന്നേരം ബേബി സിറ്റിംഗ് സെൻറ്റേഴ്സ് പോലെ അങ്ങനെയുള്ള സഭകൾ ഉള്ളപ്പോൾ എബ്രായ ലേഖനകർത്താവിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾ വിശ്വാസത്തിലും ബലപ്പെടണം, ദൈവവചന പരിജ്ഞാനത്തിലും വളരണം. രണ്ടിലും വളരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കൃപയിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും വളരണമെന്ന് പത്രോസ് പറയുന്നത്. അന്നേരം ഈ ഒരു കാര്യമാണ് എബ്രായ ലേഖനകർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ദൈവിക സത്യങ്ങളും മുമ്പോട്ടുള്ള ദൈവിക സത്യങ്ങളും മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു മെച്യൂർ ക്രിസ്ത്യനായിട്ട് വളരാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ ഒരു മെച്യൂർ ക്രിസ്ത്യനായിട്ട് വളരുമ്പോഴാണ് ഈ സത്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ആ കാര്യങ്ങളല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എബ്രായ ലേഖനകർത്താവ്, ഒരു സെക്കൻഡ് ഞാൻ ഡോർ ഒന്ന് അടച്ചിട്ട് വരാം, ഇവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം എബ്രായ ലേഖനകർത്താവ് എബ്രായ ലേഖനത്തിൽ കൂടി പ്രധാനമായിട്ട് പറയാൻ ശ്രമിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ 2 ശുശ്രൂഷകളാണ്. അതൊന്ന് യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് സാക്രിഫൈസ് ആസ് എ ലാംബ് ഓഫ് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണമായിട്ടുള്ള യാഗത്തെ പറ്റിയും അതൊരു കംപ്ലീറ്റഡ് മിനിസ്ട്രിയാണ്. അത് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും അവസാനിച്ചൊരു മിനിസ്ട്രിയാണ്. അത് ആവർത്തിക്കപ്പെടുന്ന മിനിസ്ട്രി അല്ല. അതേപോലെ തന്നെ അതിനെ തുടർന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ഹൈപ്രീസ്ലി മിനിസ്ട്രി, അന്നേരം പരിപൂർണനായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയും. എന്നാൽ ആ പൗരോഹിത്യ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടൊപ്പം തന്നെ തുടങ്ങുകയും
അത് നിത്യമായിട്ട് തുടരുകയും ചെയ്യുന്നതാണ്. അന്നേരം ഒന്ന് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആണ്, ഒന്ന് പെർഫെക്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ആണ്. ആ രണ്ട് മിനിസ്ട്രിയെ പറ്റിയാണ് എബ്രായ ലേഖന കർത്താവ് ഏറ്റവും കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. അന്നേരം യേശു ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ പറ്റി അനേക അപ്പോസ്തലന്മാർ, പത്രോസ്, പൗലോസ്, അങ്ങനെ പലരും ബാക്കിയുള്ള ലേഖനങ്ങളിലും പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വിശദമായിട്ട് എബ്രായ ലേഖന കർത്താവാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ നന്മകളെ പറ്റി പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പറ്റി എബ്രായ ലേഖന കർത്താവ് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് ആ എബ്രായ ലേഖന കർത്താവ് പഠിപ്പിച്ച ആ പൗരോഹിത്യത്തെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് ഒന്ന് ബാക്കിലേക്ക് പോയി യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ കൂടി ദൈവം നമ്മൾ മനസ്സിലാക്കണമെന്നും നമ്മൾ അനുഭവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം. എങ്കിലും നമ്മൾ യഥാർത്ഥമായിട്ട് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ, നമുക്ക് അതിൽ കൂടി ലഭിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ്. അന്നേരം അത് വീണ്ടും ഒന്നുകൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം എബ്രായ ലേഖന കർത്താവ് പഴയ നിയമത്തിൻ്റെ യാഗങ്ങളുടെ ലിമിറ്റേഷനും പുതിയ നിയമയാഗത്തിൻ്റെ അഡ്വാൻറ്റേജസുമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൻ്റെ പ്രത്യേകതകളുമാണ് പറയുന്നത്. അന്നേരം എന്തുകൊണ്ടാണ് നമ്മൾ പഴയ നിയമയാഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനസ്സിലായെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയും അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നന്മകളും എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ള ആ ഒരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് എന്താണ് സാധിക്കാതിരുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത. അതിൽ കൂടി മാത്രം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ കൂടി കർത്താവ് സ്ഥാപിച്ച ആ പുതിയ ഉടമ്പടിയിൽ കൂടി മാത്രം ലഭിക്കുന്ന പഴയ നിയമത്തിലുള്ള വ്യക്തികൾക്ക് അനുഭവിക്കാൻ കഴിയായിരുന്നു അവർ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നതും അവർ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നേരം എന്തായിരുന്നു പഴയ നിയമ യാഗങ്ങളുടെ ന്യൂനത? എന്നിട്ട് നമ്മൾ ഈ യാഗങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. ആ പഴയ നിയമ യാഗത്തിൽ കൂടി എന്താണ് സാധിക്കാതിരുന്നത്, എന്താണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ കൂടി നമുക്ക് സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. കാര്യം ഇത് യാഗങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോകണം. നമ്മളെപ്പോഴും ഉൽപ്പത്തിയിലേക്ക് പോകുന്ന അവിടെയാണ് ഇതിൻ്റെ എല്ലാ ഒരു തുടക്കം കാണുന്നത്. ഞാൻ വീണ്ടും അതിലേക്ക് പോകണം, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അന്നേരം ഉൽപ്പത്തിയിൽ നമ്മൾ കാണുമ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, അത് എത്ര കാലഘട്ടമാണെന്ന് നമുക്കറിയത്തില്ല. അവിടെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചതുപോലെ ആദമും ഹൗവയും ദൈവവുമായിട്ട് ഏകാത്മാവിലായിരുന്നു. അവരതേപോലെ തന്നെ അന്യോന്യവും ഏകദേഹമായിരുന്നു. അന്നേരം അന്യോന്യമുള്ള കൂട്ടായ്മയും ദൈവമായിട്ടുള്ള കൂട്ടായ്മയും പെർഫെക്റ്റ് ആയിട്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും ഒന്നായിരുന്നു. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ എപ്പോഴും ഒരു ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് തന്നെ നിൽക്കണമെന്നുള്ളതാണ്. അത് ദേഹീപരമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു ജനറൽ പ്ലാൻ അല്ല ഭാര്യയും ഭർത്താവും സെപ്പറേറ്റഡായി രണ്ട് സ്ഥലങ്ങളിൽ അനേക വർഷങ്ങൾ ജീവിക്കുന്നത്. അന്നേരം ഇതിനെപ്പറ്റിയൊക്കെ പല സംശയങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ ദൈവവചനം പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നേരം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ചില സത്യങ്ങൾ അതിന് പിന്നീട് നമുക്ക് അതിനെ ദൈവം വീണ്ടും നമ്മുടെ അടുത്ത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ പോകുമ്പം ഒരു ഗ്രീൻ സിഗ്നൽ കാണുകയാണ്. ഗ്രീൻ സിഗ്നൽ ഓൾറെഡി കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത് ട്രാഫിക് മിനിസ്റ്റർ വന്നിട്ട് അല്ലെങ്കിൽ ട്രാഫിക് പോലീസുകാരൻ വന്നിട്ട് മുമ്പോട്ട് പോകുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് അതിൽ തന്നെ ക്ലിയർ ആണ്. അന്നേരം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ദൈവഹിതം അന്വേഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ക്ലിയർ. പിന്നെ എക്സെപ്ഷനായിട്ട് ദൈവം നമ്മുടെ അടുത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു വിഷയം, അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ ക്ലിയർ ഇരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. അന്നേരം ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു റിവീൽഡ് വില്ലാണ്. അന്നേരം അതിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് നോക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, മുമ്പോട്ട് പോട്ടെ. അന്നേരം ഇങ്ങനെ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ നയിച്ചിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലായിരുന്നു. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നന്മതിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയും തിന്മയും നിനക്ക് തിരിച്ചറിയാവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നീ സ്വയമായിട്ട് പോകരുത്. ദൈവത്തിലുള്ള ബന്ധത്തിൽ ദൈവം പറയുന്ന രീതിയിൽ പോകുമ്പോൾ ദൈവം പറയുന്ന എല്ലാം നന്മയാണ് എന്നുള്ള യഥാർത്ഥ ബോധ്യത്തിൽ, വിശ്വാസത്തിൽ, ഡിപ്പെൻഡൻസിൽ പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം അവർ രണ്ടുപേരും അവരുടെ നേച്ചറിൽ കൂടി ദൈവത്തിൻ്റെ നേച്ചർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നുമ്പോൾ
അവിടെ സംഭവിക്കുന്ന കാര്യം കേട്ടോ, ഞാൻ വീണ്ടും ഉൽപ്പത്തിയിലേക്ക് ഒന്ന് പോവുകയാണ്. അന്നേരം അവിടെ അവർ ആ ഫലം തിന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസ് വെയർ ഓപ്പൺ. അന്നേരം ആ ഐസ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം തിന്ന് കഴിഞ്ഞു എന്ന് പറയുന്ന ഉടനെ പറയുന്ന ഒരു കാര്യമാണ്, ഉടനെ അവർ ഇരുവരുടെയും കണ്ണു തുറന്നു. അന്നേരം അവരുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരുന്നത്, അവർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ പറയുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ഐസിനേക്കാൾ കൂടുതൽ വേറൊരു രീതിയിൽ ഇവരുടെ കണ്ണ് തുറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ മനസാക്ഷി ആക്റ്റീവായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മനസാക്ഷി എന്നുള്ളത് നന്മയും തിന്മയും മനുഷ്യന് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു കാര്യമാണ്. അന്നേരം അതുവരെ അവിടെ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മനസാക്ഷി അനുസരിച്ചായിരുന്നില്ല അവർ ജീവിച്ചിരുന്നത്, ഇല്ലെങ്കിൽ മനസാക്ഷി ആക്റ്റീവായിട്ടായിരുന്നില്ല, ആത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അവരുടെ മനസാക്ഷി ആക്റ്റീവ് ആവുകയും അവരുടെ കണ്ണു തുറക്കുകയും അപ്പോൾ തന്നെ അവർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, അവർ നഗ്നരാണ് എന്ന് അവർ തിരിച്ചറിയുക. എന്നിട്ട് ആ ആണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ അവർ നഗ്നരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ ദൈവത്തെ ഭയക്കുകയും ദൈവത്തിൽ നിന്ന് ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കാരണം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നമുക്ക് ലഭിക്കാനുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇവരുടെ മനസാക്ഷി ഇവരുടെ അടുത്ത് ആക്റ്റീവായിട്ട് പറയുകയാണ്, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ അയോഗ്യരാണ് എന്നിവർക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു മനസാക്ഷി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ മനസാക്ഷിയുടെ അതുകൊണ്ടാണ് ദൈവം ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവർ ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവർ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു, ഉടനെ ഇരുവരെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, ഉടനെ അത്തിയിലെ കൂട്ടിത്തുന്നി തങ്ങൾക്ക് ഒരു അടയാളം ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിയുമ്പം നമുക്കറിയാം, ഈ അത്തിയുടെ കൂട്ടിത്തുന്നി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു റിലീജിയസ് മനസാക്ഷിക്ക് ഇവർക്ക് പാപിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ടുള്ള ഇവരുടെ ഒരു മാനുഷിക ശ്രമമാണ്. ഇതൊരു റിലീജിയൻ്റെ പിക്ചറായിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മനുഷ്യർക്കും അവരുടെ ഒരു മനസാക്ഷി ആക്റ്റീവാണ്. ആ മനസാക്ഷിയിൽ അവർ പാപികളാണെന്നുള്ള അവർക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ എല്ലാ മതങ്ങളും എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു തുടക്കം ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് മനുഷ്യൻ്റെ രീതിയിലുള്ള ഈ നഗ്നതയെ കവർ ചെയ്യാനായിട്ടുള്ള, മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലിനെ ഏതെങ്കിലും രീതിയിൽ കവർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ, അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ അവിടെ കാണാനായിട്ട്. എന്നാലും ദൈവം ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവിടെ പറയുമ്പോൾ ദൈവം ഇവരുടെ അടുത്ത് ഇവർ വിളിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു നിന്റെ കേട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫിയർ ഉണ്ടാവുന്നുണ്ട്. അവരുടെ ഒരു മനസാക്ഷിയിൽ ഒരു കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി, അല്ലെങ്കിൽ ദുർമനസാക്ഷി അവർക്ക് വരുന്നുണ്ട്. അവർ ദൈവത്തിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഹൂ ടോൾഡ് യു യു വെർ നേക്കഡ്, നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളുടെ താര് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ അവർ ആൻസർ പറയുന്നില്ലെങ്കിലും അതിൽ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ മനസാക്ഷി തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ നഗ്നരാണ് എന്നുള്ളത്. അന്നേരം ദൈവം അവിടെ അവർക്കൊരു കവറിങ് കൊടുക്കുന്നു. അതൊരു സാക്രിഫൈസ് അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുന്നില്ലെങ്കിൽ നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരു സാക്രിഫൈസ് അവിടെ നടന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ന് തൊട്ടാണ് മുമ്പോട്ട് പോകുമ്പോൾ ആബേലിൻ്റെയും കായൻ്റെയും ആ യാഗം തൊട്ട് നമ്മൾ തുടർന്ന് ഈ സാക്രിഫൈസുകൾ തുടങ്ങുന്നതാണ്. അന്ന് തൊട്ട് ഒരു യാഗത്തിൻ്റെ തുടക്കം അവിടെ കാണുകയും അത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാണ്. എന്നാൽ ഇതൊരു ഇൻസ്ട്രക്റ്റഡ് രീതിയിലേക്ക് ദൈവം കൊടുക്കുന്നത് മോശയിൽ കൂടിയാണ്. നമ്മൾ പറയുന്ന ഈ പഴയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുമ്പോൾ, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവം ഈ സാക്രിഫൈസിനും വർഷിപ്പിനുമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ദൈവം മോശയെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി 40 ദിവസവും 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ മോശ നിൽക്കുമ്പോൾ ദൈവം മോശയെ മലയുടെ മുകളിൽ വെച്ചിട്ട് സ്വർഗത്തിലെ ആലയം വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവും പറയുന്നുണ്ട്, പുറപ്പാട് ദിവസത്തിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, മലയുടെ മുകളിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം തന്നെ അത് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ആ മാതൃക സ്വർഗീയ ദേവാലയമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്വർഗീയ ദേവാലയമാണ്. അതിൻ്റെ മാതൃകയാണ് ഭൂമിയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മോശ എടുത്ത് പറയുകയാണ്. അന്നേരം മോശ വ്യക്തമായിട്ട് സ്വർഗത്തിലുള്ള ആലയം കാണുകയും അതിൻ്റെ മാതൃക അതേപോലെ തന്നെ ആ പാറ്റേൺ ഭൂമിയിലേക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അന്നേരം അവിടെ ഈ സാക്രിഫൈസസ് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇത് എബ്രായ ലേഖന കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് അതിൻ്റെ നമ്മൾ മുമ്പ് ചിന്തിച്ചാണ്, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ
10 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ല എന്നും ഇബ്രാഹിം ലേഖനകർത്താവിന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഏകദേശ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് പുറപ്പാട് പുസ്തകത്തിലുണ്ട്, ഇബ്രാഹിം ലേഖനത്തിലുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആണ്, ഇബ്രാഹിം ലേഖനത്തിൽ നേരെ ഷോർട്ടാണ്. അതിൽ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതും അതിവിശുദ്ധവും വിശുദ്ധവും എന്ന് പറഞ്ഞ തിരശീലയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം 5-ാമത്തെ വാക്യത്തിൽ എബ്രായ 9:5 പറയാണ്, ആ കൃപാസനം ആ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് വെക്കണം. അതിനു മീതെ ആ, കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു പറയാണ്. ഇത് എന്താണ് ഈ കെരൂബുകൾ? ഈ കെരൂബുകളെ നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ അവർ തിരിച്ച് ദൈവസാന്നിധ്യത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ഈ തിരിയുന്ന വാളുകളുമായിട്ട് കെരൂബിനെ നിർത്തിയെന്നാണ് കാണുന്നത്. അന്നേരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവസാന്നിധ്യത്തിലേക്ക് ഒരാൾ കടക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഒരു മരണം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതേ ഒരു റിപ്ലിക്കേഷനാണ് ഇവിടെ ആ, മോശ കൂടാരം ഉണ്ടാക്കുമ്പോൾ ദൈവം പറയുന്നത്. ആ കെരൂബുകളെ വെക്കണമെന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് അത് വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ആ, എന്നാൽ അതിലേക്ക് കടക്കാനായിട്ടൊരു മാർഗവും ദൈവം വയ്ക്കുന്നുണ്ട്. അതിന് കുറേ പ്യൂരിഫിക്കേഷൻ്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവും വായിച്ചു കഴിഞ്ഞാൽ അനേക ഡീറ്റെയിൽ ആയിട്ടാണ് ആ പ്യൂരിഫിക്കേഷൻ പറയുന്നത്. പല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്യൂരിഫിക്കേഷൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് കടന്നു ചെല്ലാവുന്നതാണ്. ആ പ്യൂരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എബ്രായ ലേഖന കർത്താവും പറയുന്നുണ്ട്. ഈ ലിസ്റ്റ് എല്ലാം പറഞ്ഞതിന് ശേഷം എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പറഞ്ഞ്, അവ ഇങ്ങനെ തീർന്ന ശേഷം നൗ വെൻ ദീസ് തിങ്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്യൂരിഫിക്കേഷന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ശേഷം പുരോഹിതന്മാർ മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷിക്കും. എന്നാൽ രണ്ടാമത്തേതിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക്. അന്നേരം ഈ പ്യൂരിഫിക്കേഷന്റെ ലിസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ ഈ രക്തവുമായിട്ട് അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് ഇറക്കണം. ഇത് യാഗത്തിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്നാൽ അവിടെ എപ്പോഴും ഇവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകം 28-ന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ആ വാക്യങ്ങളൂടെ എടുക്കാം, പിന്നീട് എടുത്ത് നോക്കിയാലും മതി. പുറപ്പാട് പുസ്തകം അതിൻ്റെ 26-ന്റെ 32 മുതൽ ഉള്ള വാക്യങ്ങളിലാണ് ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. 28-ന്റെ 33-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാർ അകത്തേക്ക് ചെല്ലുമ്പോഴത്തെ ഒരു കാര്യം പറയാണ്. 28-ന്റെ 35-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ശുശ്രൂഷ ചെയ്യൽ അഹരോൻ ഒരു എന്താണ് ഇരിക്കുന്നത്, പുരോഹിത വസ്ത്രത്തിൽ ഒരു മണി ഇല്ലെങ്കിൽ മാതളപ്പഴം പോലുള്ള പൊന്മണി ധരിക്കണം. അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മളെപ്പോഴും ഈ യാഗങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഈ അവൻ മരിക്കാതിരിക്കേണ്ടതിന് എന്നുള്ളത് ആവർത്തിച്ച് കേൾക്കാനായിട്ട്. ഈ മണിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളകത്തേക്ക് പോയിട്ട് ഈ പ്യൂരിഫിക്കേഷൻ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ മഹാപുരോഹിതനകത്ത് കയറി കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തില്ല, അവിടെ മരിച്ചു വീഴും. അന്നേരം അത് ഈ മണിശബ്ദം നിലനിൽക്കുകയാണെങ്കിൽ അറിയാം അദ്ദേഹം മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായം, അനേക വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളും എടുക്കുന്നത് ഞാൻ എൻ്റെ ചില റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുകയാണ്. ലേവ്യ പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ അവിടെ വീണ്ടും ഇത് തന്നെ പറയാണ്. 12-ാമത്തെ വാക്യം, അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിലുള്ള തീക്കനൽ കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈനിറയെ എടുത്ത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിലുള്ള മേഘം സാക്ഷ്യത്തിനുവേട്ടത്തിനുള്ളിൽ കൃപാസനത്തെ മറയ്ക്കുവാൻ തക്കണം അവൻ്റെ കയ്യിലുള്ള സന്നിധിയിൽ ധൂപവർഗം തീരണം. അന്നേരം പല പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ദൈവം ഓർമ്മിപ്പിക്കുകയാണ് എന്തിനാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എന്തിനാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ഈ പ്യൂരിഫിക്കേഷൻ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെങ്കിൽ അവൻ മരിക്കും. അന്നേരം മരിക്കാതിരിക്കേണ്ടതിനെന്നുള്ളതാണ്. അന്നേരം ഈ ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ ജോസഫീസ് എന്ന് പറയുന്ന ഈ ഒരു യഹൂദ ചരിത്രകാരൻ പറയുന്നത്. ബൈബിളിലില്ല, ബൈബിളുണ്ട് എന്ന രീതിയിൽ പലരും പ്രസംഗിക്കാറുണ്ട്, പക്ഷേ ബൈബിളില്ല. ഈ പുരോഹിതന്മാരുടെ കാലിൽ ഒരു ചങ്ങലയും ഇല്ലെങ്കിൽ ഒരു കെട്ടും ഉണ്ടായിരിക്കും. അദ്ദേഹം അകത്ത് മരിച്ചു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മരിച്ചത്. ഒരാൾക്ക് അകത്ത് കയറാനായിട്ടും കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കെട്ടും ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് ബൈബിളില്ല. ഇനി ഞാൻ എന്താണ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ
കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ ഒരു മരണമുണ്ടാകുമെന്നുള്ള ഫിയർ അവിടെ എപ്പോഴും ഉണ്ട്. അന്നേരം ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത് ദൈവവുമായിട്ടുള്ള വേർപെട്ട മനുഷ്യന് ഉണ്ടാകുന്ന കാര്യം എന്നുള്ളത് ഏറ്റവും ആദ്യമായിട്ടുണ്ടാകുന്നത് അവരുടെ ഗിൽട്ട് ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ ഗിൽട്ട്, ഇല്ലെങ്കിൽ ദുർമനസാക്ഷി, ഇല്ലെങ്കിൽ കുറ്റപ്പെടുന്ന ഒരു മനസാക്ഷി എപ്പോഴും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ എ സിന്നർ, യു കനോട്ട് എൻ്റർ ദ ഗോഡ്സ് പ്രസൻസ് എന്നുള്ളത്. ഗിൽട്ട്, ഫിയർ, ബാഡ് കോൺഷ്യൻസിന്, അതേപോലെ തന്നെ ധൈര്യമില്ലായ്മ, ബോൾനെസ് ഇല്ലാതെ ധൈര്യത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. ഇതെല്ലാം എപ്പോഴും ഒരു കമ്പൈൻഡ് ആയിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമ യാഗങ്ങൾ കാണുമ്പോഴും ഇതെല്ലാം അവിടെ കാണുകയാണ്. എന്താണ്? ഗിൽട്ട് അവിടെ ഉണ്ട്, ഫിയർ ഉണ്ട്, ആ കുറ്റപ്പെടുന്ന മനസാക്ഷിയുണ്ട്, ആ ധൈര്യമില്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടക്കുക. കാരണം എപ്പോൾ മരണം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടൊരു വാണിംഗ് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം ഇതിൻ്റെ കാരണം എന്താണ്? എബ്രായ ലേഖന കർത്താവ് അതിൻ്റെ കാരണം വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 9:9 പറയാണ്, ഈ ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തിന് അർപ്പിക്കുന്ന വഴിപാടുകളും ബലികളും ആരാധനക്കാരൻ്റെ മനസാക്ഷിയെ കുറ്റമില്ലാതെ ആക്കി തീർക്കുവാൻ പര്യാപ്തമല്ല എന്നത്രേ ഇതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ഒരു മനസാക്ഷിക്ക് ഉണ്ടായത്? പാപം ചെയ്ത അന്നു തൊട്ട് മനുഷ്യൻ്റെ മനസാക്ഷി അവൻ കുറ്റക്കാരനാണ്, യു ആർ എ സിന്നർ എന്നുള്ള ഗിൽട്ടി കോൺഷ്യസ് അവനെ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കോൺഷ്യസ് ഒരിക്കലും ഈ യാഗങ്ങളിൽ കൂടെയും തീരുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുമ്പോഴെങ്കിലും ഈ മനസാക്ഷിക്ക് ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തൽ നിന്ന് അവൻ വിടുതലായിട്ടില്ല. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ആൻ ഇല്ലുസ്ട്രേഷൻ പോയിങ് ടു ദ പ്രസന്റ് ടൈം ഫോർ ദ ഗിഫ്റ്റ് ആൻഡ് ദ സാക്രിഫൈസസ് ദാറ്റ് ദ പ്രീസ്റ്റ് ഓഫർ ആർ നോട്ട് ഏബിൾ ടു പെർഫെക്റ്റ് ഓർ ക്ലെൻസ് ദ കോൺഷ്യസ് ഓഫ് ദ പീപ്പിൾ ഹു ബ്രിങ് ദം. അന്നേരം ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാധനയൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ മനസാക്ഷിയിൽ ആ കുറ്റപ്പെടുത്തൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഈ യാഗങ്ങളുടെ പ്രത്യേകത ഇതിനൊരിക്കലും മനസാക്ഷിയെ, ആ വർഷിപ്പറുടെ ആരാധനക്കാരൻ്റെ മനസാക്ഷിയെ ക്ലിയർ ആക്കാനായിട്ട് അന്നേരം ഒരു കുറ്റമില്ലാത്ത മനസാക്ഷി കൊണ്ടല്ല അവർ അകത്തേക്ക് കടക്കുന്നത്. അന്നേരം അത് തന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അത് എവിടം വരെയാണ് അതിന് പ്രയോജനമുള്ളത്? അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം, ഈ ഗുണീകരണ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ ഒരു കറക്റ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പ്യൂരിഫിക്കേഷൻ്റെ ആ ഒരു കാലം വരുന്നത് വരെ എന്നതാണ്. അതൊരു ഭക്ഷണപാനീയങ്ങൾ, വിവിധ ശുദ്ധീകരണ പ്രക്രിയകൾ മുതലായവയോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. ദൈവം പുതിയതായിട്ടുള്ള ഉടമ്പടിയും വ്യവസ്ഥയും സ്ഥാപിക്കുന്നത് വരെ അനുഷ്ഠിക്കേണ്ട ബാഹ്യാചാരങ്ങൾ മാത്രമാണ്. ഞാൻ കുറച്ചുകൂടി ഒരു സിമ്പിൾ ട്രാൻസ്ലേഷൻ വായിക്കുകയാണ്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു കാലഘട്ടത്തേക്കുള്ളത് മാത്രമാണ്. ഇത് ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണം മാത്രമേ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാഹ്യമായ ശുദ്ധീകരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി ഇവരുടെ സിൻസ് ദൈവം ക്ഷമിക്കുന്നുണ്ട്, ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അവരുടെ പാപം ദൈവം ക്ഷമിക്കുന്നുണ്ട്. ഇവരുടെ പാപത്തെ അത് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ പാപം മാറ്റപ്പെടുന്നില്ല. അവരുടെ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവരെ എപ്പോഴും. അത് മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം വരുന്നുണ്ട്. ഇത് സിൻസ് ആർ കവേർഡ് ബട്ട് സിൻസ് ആർ നോട്ട് ക്ലീൻഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലെൻസ് ചെയ്യപ്പെടുന്നില്ല, കവർ ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മേശയല്ല, ഒരു വളരെ കറയും കളങ്കവും പൊട്ടിക്കീറിയൊക്കെ ഉള്ളൊരു മേശ കിടക്കുകയാണ്. അന്നേരം ആ മേശ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് ആരിലൊക്കെ കയറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മേശയൊന്നും മാറ്റി പുതിയത് കൊണ്ടുവരാനായിട്ടുള്ള സമയമില്ല, അത് ശരിയാക്കാനും ഒക്കത്തില്ല, അത്രമാത്രം ഡാമേജ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു നല്ലൊരു വിരി അങ്ങ് വിരിക്കുകയാണ്. അന്നേരം കാഴ്ചക്കാരന് കാണുമ്പോൾ എന്താണ്? ആ വിരിയാണ് കാണുന്നത്, അതിൻ്റെ അടിയിലുള്ള ആ കീറലും പൊട്ടലും ഒന്നും കാണുന്നില്ല. ഞാനതൊരു വളരെ ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതേ കാര്യമാണ് ഒരു തരത്തിൽ പഴയ ഉടമ്പടിയുടെ കീഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പാപങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്ന കുഞ്ഞാടുകളുടെ രക്തം കൊണ്ട് കവർ ചെയ്യും. അന്നേരം ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. പഴയ നിയമ യാഗങ്ങൾ എപ്പോഴും വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്,
ദൈവം പറയുന്നുണ്ട് ആ രക്തം കാണുമ്പോൾ ഞാൻ അവരുടെ പാപം ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. പാപക്ഷമയുണ്ട് എന്നുള്ളത് ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്, വിശ്വാസത്തിൽ തന്നെയാണ്. എന്നാൽ പാപങ്ങൾ നീക്കപ്പെടുന്നില്ല. ഇത് ദാവീദ് പറയുന്നുണ്ട്. ദാവീദ് സങ്കീർത്തനം 32-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഇത് തന്നെ വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. എന്താണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും അകൃത്യം കണക്കിടാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ദൈവം അകൃത്യം കണക്കിടാതെയും ഇരിക്കുന്ന മനുഷ്യൻ. അന്നേരം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: ലംഘനം, പാപം, അകൃത്യം. ഇതെല്ലാം ഒന്ന് ക്ഷമിക്കപ്പെടുകയും ഒന്ന് മറയ്ക്കപ്പെടുകയും, ഇല്ലെങ്കിൽ ഇതെല്ലാം ക്ഷമിക്കപ്പെടുകയും മറയ്ക്കപ്പെടുകയും കണക്കിടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ പാപി തന്നെയാണ്. ഹീസ് എ സിന്നർ. അന്നേരം ഒരു ഒരു കഠിനമായിട്ടൊരു പാപം ചെയ്തു, ആ പാപം അവൻ ചെയ്തു, ഇല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു, അവൻ്റെ അടുത്ത് അവനെ ഒരു കോടതി പറയാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു വിടുമ്പോഴും അവൻ കുറ്റവാളി തന്നെയാണ്. അവൻ്റെ കുറ്റവാളിയാണ്. അവൻ്റെ മനസാക്ഷി അവനെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഈ സാക്രിഫൈസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പഴയ നിയമ സാക്രിഫൈസിൻ്റെ ന്യൂനത എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ സാക്രിഫൈസ് എന്താണ് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. ഇറ്റ്സ് എ റിമൈൻഡർ. നമുക്കറിയാം, ഈ റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അലാറം, ഒരു റിമൈൻഡർ വയ്ക്കുകയാണ് നമ്മളുടെ കാര്യം ഓർമ്മപ്പെടുത്താനായിട്ട്. ആ റിമൈൻഡർ നമ്മളിത് സ്നൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഈ സാക്രിഫൈസ് മനുഷ്യൻ പാപിയാണ് എന്നുള്ളതിൻ്റെ റിമൈൻഡറാണ്. അതിൽ കൂടി വീണ്ടും ഇവന് കുറ്റബോധവും അവൻ്റെ ബാഡ് കോൺഷ്യസ്നസും ഫിയറും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള ധൈര്യമില്ലായ്മയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാക്രിഫൈസ് ഇങ്ങനെ വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് പഴയ നിയമ യാഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ വിശദീകരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എബ്രായ ലേഖനകർത്താവ് ഇത് പറയുന്നത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി, യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് നമുക്ക് ലഭിക്കാഞ്ഞത്, ഇല്ലെങ്കിൽ ആ വീഴ്ചയ്ക്ക് മുമ്പ് എന്തായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിലേക്ക് നമുക്ക് എങ്ങനെ മടങ്ങി വരാമെന്നുള്ളതിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ക്രൂശിലെ ആ ഫിനിഷ്ഡ് വർക്ക് എന്താണെന്നുള്ളത് വിശദീകരിക്കുകയാണ്. അന്നേരം അടുത്തതായിട്ട് പറയാണ് 11-ാമത്തെ വാക്യത്തിൽ ഇത്തരം പറഞ്ഞിട്ട് പറയാണ്, എന്നാൽ ക്രിസ്തുവോ വരുവാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയാണ്. അന്നേരം എൻ്റെ ഒരു ചോദ്യം, ഇതിന് കേൾക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ മറുപടി പറയാം. അന്നേരം യേശുക്രിസ്തു വന്നത് വരുവാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനാണ്. എന്നിട്ട് ഈ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും നടുക്ക് നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നന്മകൾ മനുഷ്യരിലേക്ക് വരാനായിട്ടുള്ള തടസ്സം ഉണ്ടായിരുന്നപ്പോൾ യേശുക്രിസ്തു ആ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയ നന്മ എന്തായിരിക്കാം? എബ്രായ ലേഖനം നന്മകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്തായിരിക്കാം? ആർക്കെങ്കിലും ആൻസർ പറയാം? പരിശുദ്ധാത്മാവാണ്. ഞാൻ ഇത്രയും നേരം എന്താണ്? ജീവൻ. ഓക്കെ, വേറെ എന്തെങ്കിലും? മനസാക്ഷി. അതെ, അതാണ് അവിടെ എബ്രായ ലേഖനത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. തട്ടോ എഴുതുന്നത് ഞാൻ പറഞ്ഞത് ഇതെല്ലാം, ഈ പറഞ്ഞ എല്ലാം നന്മകളാണ്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതെല്ലാം പഴയ നിയമത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഉള്ള ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലുണ്ടായിരുന്നു, എന്നാൽ പെർമനൻ്റ് ആയിട്ടുള്ള വാസമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അവിടെ അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്നാൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത. അന്നേരം എബ്രായ ലേഖനത്തിൽ പറയാണ് പഴയ നിയമത്തിലെ കൈപ്പണിയായിട്ടുള്ളത് അവിടേക്കല്ല വന്നത്, കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലുപ്പവും തികവുമേറിയ കൂടാരത്തിൽ, അത് സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞ അടുത്ത വാക്യം പറയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളാങ്ങളുടെയും രക്തത്താലല്ല. അതിൻ്റെ ന്യൂനത 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ന്യൂനത എന്ന് പറഞ്ഞാൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ആ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഈ 2 വാക്യങ്ങൾ പ്രാധാന്യമുള്ളതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വൺസ് ആൻഡ് ഫോർ എവർ എന്നുള്ളതാണ്. വൺസ് ആൻഡ് ഫോർ എവർ ആൻഡ് ഒബ്റ്റെയിൻ എറ്റേണൽ റിസൾട്ട്. അന്നേരം ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടുമാണ് യേശുക്രിസ്തുവിൻ്റെ ആ പാപപരിഹാരയാഗം ഭൂമിയിൽ നടക്കുമ്പോൾ ആ രക്തവുമായിട്ട് യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് കടക്കുന്നത്. അത് ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലായിട്ടും എന്നേക്കുമായിട്ടും കഴിഞ്ഞതാണ്. അതിൽ കൂടി സംഭവിക്കുന്നത് ഒരു വ്യക്തിക്കുള്ള എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ്. ഒരു എറ്റേണൽ സാക്രിഫൈസിൽ കൂടി എറ്റേണൽ റിഡംഷൻ, എന്നേക്കുമുള്ള ഒരു റിഡംഷൻ സാധിച്ചു. ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്?
അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുമസ്തവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അന്നേരം പഴയ നിയമത്തിലെ യാഗങ്ങൾ കൊണ്ട് ജഡീക ശുദ്ധി ഇല്ലെങ്കിൽ പാപങ്ങളെ കവർ ചെയ്യുന്നത് മാത്രമേ സാധിച്ചു ഉള്ളൂ എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ എത്രയധികം ശുദ്ധീകരിക്കും. അന്നേരം ഇതാണ് ഞാൻ ചോദിച്ചത്, എന്തായിരുന്നു മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ നന്മ എന്ന് പറഞ്ഞിരിക്കുന്നത്? മുകളിൽ പറഞ്ഞിരിക്കുന്ന നന്മ ആ പറഞ്ഞു വന്നിരിക്കുന്നത് അതേ കോണ്ടക്സ്റ്റിൽ തൊട്ടു മുമ്പുള്ളത്തെ വാക്യങ്ങളിൽ അവർക്കെന്താണ്, അവരുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം അവർക്ക് വരുത്താൻ കഴിഞ്ഞിരുന്നില്ല, അവരുടെ മനസാക്ഷി ക്ലെൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ അത് തന്നെയാണ് എബ്രായ ലേഖനകർത്താവ് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താണ് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ഇടുന്ന അനേക നന്മകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മനസാക്ഷി, ആ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയെ ദൈവത്തിൻ്റെ രക്തം ക്ലെൻസ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് അവന് ആരാധിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം അവൻ്റെ ആ ദുർമനസാക്ഷി, ആ കുറ്റപ്പെടുന്ന മനസാക്ഷി അതോടെ മാറുകയും അവന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയുകയും ചെയ്യണം. ഇതാണ് യേശു ക്രിസ്തു ശമരിയാക്കാരെ സ്ത്രീ എടുത്ത് പറഞ്ഞത്. ഞാനതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, മുമ്പോട്ട് സമയം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വിശദീകരിക്കാം. അന്നേരം യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിസിക്കൽ ദേവാലയത്തിൽ അല്ലാന്ന് യേശു ക്രിസ്തു അവിടെ തന്നെ പറയുന്നുണ്ട്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്ലെൻസ്ഡായിട്ടുള്ള മനസാക്ഷിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ആരാധന 24/7 ഒരു വ്യക്തി കഴിയുന്നതാണ്, സ്ഥലകാല വ്യത്യാസമില്ലാതെ കഴിയുന്നതാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ദൈവം ആ വ്യക്തിയുടെ മനസാക്ഷിയെ ക്ലെൻസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ കർത്താവ് ഇത് തന്നെ വീണ്ടും മുമ്പോട്ട് വിശദീകരിക്കുകയാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യുക മാത്രമല്ല, ഞാൻ എൻ്റെ ഈ ഒരു ഒറ്റപ്പെട്ടക്കൽ കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ആ ക്ലെൻസ് ചെയ്ത് ആ മനസാക്ഷി ശുദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, അത് നിമിത്തം ആദ്യ നിയമത്തിൻ്റെ ആദ്യ കവനൻ്റെ കീഴിലുള്ള ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് വൈ ഹീ ഈസ് ദ വൺ ഹു മീഡിയേറ്റ്സ് എ ന്യൂ കവനന്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അന്നേരം ഒരു പുതിയ കവനന്റ് സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തു അതിൻ്റെ നടുക്കൊരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് പറയാണ്. അവിടെ പറയുന്നത്, സോ ദാറ്റ് ഓൾ ഹു കോൾ ക്യാൻ റിസീവ് ദ എറ്റേണൽ ഇൻഹെറിറ്റൻസ് ഗോഡ് ഹാസ് പ്രോമിസ്ഡ്. അന്നേരം ദൈവം പഴയ നിയമത്തിൽ കൂടി പറഞ്ഞുകൊണ്ടേയിരുന്ന ആ പ്രോമിസുകളെല്ലാം, അത് എന്തൊക്കെയാണ് പ്രോമിസ് എന്നുള്ള 8ാമത്തെ അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പഴയ ഹൃദയം മാറ്റപ്പെടുക, ദൈവമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ വരിക, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക, അനേക ലിസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഒരു ഇൻഹെറിറ്റൻസ് ആണ്. ഇത് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിരുന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ്. ആ ഇൻഹെറിറ്റൻസ് ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ രക്തം സ്ഥാപിച്ചു കഴിഞ്ഞതോടുകൂടി ആ വഴി ഓപ്പൺ ചെയ്തു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇതെല്ലാം സാധ്യമാകും. അതിൻ്റെ ആദ്യ പടിയായിട്ടുണ്ടാകുന്നത് ഒരു മനുഷ്യൻ്റെ ദുർമനസാക്ഷി നീങ്ങുക എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിലുള്ള പ്രോബ്ലമാണ് നമുക്കുള്ള പ്രോബ്ലം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടോ, ഒരു ഇൻഹെറിറ്റൻസ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ഒരു ഇൻഹെറിറ്റൻസിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. കാരണം ദൈവവചനം ആൾക്കാർ പഠിക്കുന്നില്ല. ആൾക്കാർ വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടുക, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോവുക, ഇവിടെ എങ്ങനെയെങ്കിലും ജീവിക്കുക, എങ്ങനെയെങ്കിലും മാക്സിമം വിശുദ്ധനായിട്ട് ജീവിക്കുക. ഇതാണ് ആൾക്കാരുടെ ചിന്ത. ദൈവവചനത്തിൽ എന്താണ് വിശ്വാസത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. ഈ വില്ലിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതൊരു വില്ല് പോലെയാണ്, ഇല്ലെങ്കിൽ ഒരു മരണപത്രം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് നിയമമുള്ളിടത്ത്, ഇല്ലെങ്കിൽ കവനൻ്റ്. ഈ നിയമം എന്നുള്ളത് നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ എപ്പോഴും നമ്മൾ ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇന്ന് നിയമം എന്നുള്ള അർത്ഥം ആ വാക്യത്തിൻ്റെ അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ്റെ ഒരു ലിമിറ്റേഷനാണിത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഉടമ്പടി ഉള്ളിടത്ത്, ഉടമ്പടി സ്ഥാപിക്കപ്പെട്ട വ്യക്തിയുടെ മരണം അത് സ്ഥാപിക്കപ്പെടാനായിട്ട് ആവശ്യം. ആ മരിച്ച ശേഷമാണല്ലോ ഉടമ്പടി സ്ഥിരമാകുന്നത്. ആ നിയമകർത്താവ് ഇല്ലെങ്കിൽ ആ ഉടമ്പടി സ്ഥാപിച്ച വ്യക്തിയുടെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. എന്നിട്ട് പറയുകയാണ്, അത് യേശുക്രിസ്തു അത് തൻ്റെ രക്തം ഒഴിച്ചുകൊണ്ട് ആ ഉടമ്പടി ഇംപ്ലാന്റ് ചെയ്തു. അതാണ് യേശുക്രിസ്തു അവസാനത്തെ അത്താഴത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയാകുന്നു. എന്നാൽ ഈ രക്തത്തിൽ കൂടി യേശുക്രിസ്തു
അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു വ്യക്തിക്ക് അവൻ്റെ ദുർമനസാക്ഷി നീങ്ങുകയും ബാക്കിയുള്ള നന്മകളെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ അടുത്തായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ആ യാഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നിടത്ത് ഈ എറ്റേണൽ 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 എന്നുള്ള പദം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിത്യ കൂടാരത്തിലാണ് യാഗം അർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നിത്യ ആത്മാവിലാണ് യാഗം നടന്നതെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിത്യപുത്രനാണ് ആ മരണം ഏറ്റെടുക്കുന്നത്. അതിൽ കൂടി നിത്യമായിട്ടൊരു വീണ്ടെടുക്കും. എന്നിട്ട് ഈ എറ്റേണൽ എന്നുള്ള വാക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഗോൽഗോത്തയിൽ ഈ ഭൂമിയിലുള്ളൊരു സ്ഥലത്ത് മരിക്കുമ്പോൾ ആ മരണത്തിൽ കൂടി എങ്ങനെയാണ് ഒരു എറ്റേണൽ റിഡംഷൻ ഉണ്ടാകുന്നത്? ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചവരും യേശുക്രിസ്തുവിന് പിന്നീട് ജീവിക്കുന്നവരും ഈ ലോകത്തിൽ ജനിക്കാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കുമുള്ള ഒരു എറ്റേണലായിട്ടുള്ള റിഡംഷൻ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് ചോദ്യം വരാറുണ്ട്. അതിൻ്റെ ആൻസറാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രമേ യേശുക്രിസ്തു മരിച്ചിട്ടുള്ളൂ എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒരു തിയോളജിക്കൽ ഡിഫറൻസ് ആണ്. ഈ തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് ബൈബിളിൽ. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് എല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ തിയോളജിക്കൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട്. അന്നേരം അതൊക്കെ നമ്മളങ്ങ് കണ്ണടച്ച് വിടണം, എല്ലാം ഒന്നാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് ഫെലോഷിപ്പ് നമ്മളുമായിട്ട് തിയോളജിക്കലി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരുടെ വേണ്ടി നമുക്ക് രക്ഷിക്കപ്പെട്ടവരുടെ ഫെലോഷിപ്പ് ഉണ്ടാകാനായിട്ട് കഴിയും. പക്ഷേ വി കനോട്ട് കോവർക്ക് വിത്ത് മേജർ ഡിഫറൻസ് ഉള്ളു. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്നേരം യേശുക്രിസ്തുവിൻ്റെ മരണം കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, എല്ലാ കാലത്തേക്കും എല്ലാ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്ന എല്ലാവർക്കുമുള്ള ഒരു എറ്റേണൽ റിഡംഷൻ ആയിരുന്നു. അത് അനേക വാക്യങ്ങളുണ്ട്. പക്ഷേ അതിന് എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ മരണം ഈ ഭൂമിയിലെ കാൽവരിയിൽ ഗോൽഗാത്ത എന്ന് പറഞ്ഞിടത്ത് നടക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയാണ് അതിൻ്റെ യഥാർത്ഥ സാക്രിഫൈസ് നടക്കുന്നത് അത് എറ്റേണൽ ടെമ്പിളിലാണ്, ഒരു നിത്യകൂടാരത്തിലാണ്. അത് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത ആ യഥാർത്ഥ കൂടാരത്തിലാണ് നടക്കുന്നത്. അന്നേരം ഒരു എറ്റേണൽ ടെമ്പിളിൽ, ഒരു എറ്റേണൽ ദേവാലയത്തിൽ ഒരു എറ്റേണലായിട്ടുള്ള സാക്രിഫൈസ് ദൈവത്തിൻ്റെ എറ്റേണൽ സൺ എറ്റേണൽ സ്പിരിറ്റിൽ അർപ്പിച്ചതുകൊണ്ട് ആ യാഗം എന്നുള്ളത് ഒരു എറ്റേണൽ സാക്രിഫൈസ് ആണ്. അത് സ്ഥലകാല ഭേദമുള്ള കാര്യമല്ല, അതിൻ്റെ എല്ലാം അപ്പുറത്താണ്. ടൈമിൻ്റെയും സ്ഥലങ്ങളുടെയും ഒക്കെ മുകളിലാണ് ഈ കാര്യങ്ങൾ. നമ്മളൊരു ഒരു ലിമിറ്റഡ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അതാണ് എബ്രായ ലേഖനകർത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു എറ്റേണൽ സാക്രിഫൈസ് നടന്നുകൊണ്ട് ഏത് കാലത്തുള്ളൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ കൂടി ഒരു എറ്റേണൽ റിഡംഷനിലേക്ക് കടക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഈ എറ്റേണൽ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. എന്തിനാണ് രണ്ടർത്ഥം? ഒന്ന്, ഈ ഭൂമിയിൽ ഏത് കാലത്തും ജീവിക്കുന്ന, ഏത് സമയത്തും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ എറ്റേണൽ സാക്രിഫൈസിൽ കൂടി ആ റിഡംഷൻ ലഭിക്കാനായിട്ട് കഴിയും. രണ്ടാമത്, ആ എറ്റേണൽ റിഡംഷൻ ലഭിച്ച വ്യക്തിക്ക് അവരുടെ എല്ലാ കാലത്തേക്കുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഉണ്ടായത്. അത് എബ്രായ ലേഖനത്തെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല, ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലായിട്ടും എന്നേക്കും എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നതാണ്. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ ഒരു ക്ഷമ മാത്രമല്ല, അവൻ്റെ മുമ്പോട്ടുള്ള പാപങ്ങൾ കൂടിയുള്ള പരിഹാരമാണ് യേശുക്രിസ്തു ക്രൂശിൽ സാധിച്ചത്. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അത് ആരൊക്കെ ഡിനൈ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിന് മുമ്പോട്ടുള്ള വിശദീകരണത്തിലേക്ക് പോകും. അന്നേരം എറ്റേണൽ സാക്രിഫൈസിൽ കൂടി ഒരു എറ്റേണൽ റിഡംഷൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടി സ്ഥാപിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖന കർത്താവ് വീണ്ടും പറയാണ് അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇത് തന്നെ എബ്രായ ലേഖന കർത്താവ് വിശദീകരിക്കുകയാണ്. ബാക്കി ഇടയ്ക്കുള്ള വാക്യങ്ങൾ ഞാൻ വിട്ടുപോയി, എങ്കിലും പോയിരിക്കുകയാണ്. അന്നേരം 24-ാമത്തെ വാക്യത്തിൽ പറയാണ് ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. വീണ്ടും പറയാണ് എങ്ങനെയാണ് ഈ എറ്റേണൽ റിഡംഷൻ സാധ്യമാകുന്നത്. അതിൻ്റെ കാരണം ഒരു കൈപ്പണിയായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു ടെമ്പററി ടെമ്പിളിലോട്ടോ അല്ല കർത്താവ് കടന്നത്. ഒരു ടെമ്പററി സാക്രിഫൈസ് അല്ല അവിടെ നടന്നത്. അവിടെ പറയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാകും സ്വർഗത്തിലേക്കല്ലേ അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ലോകാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗത്തിൻ്റെ ഒരു ടൈമിൻ്റെ കംപ്ലീഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായിട്ട് പ്രത്യക്ഷം. അന്നേരം ഇവിടെ വീണ്ടും പറയാണ് ബട്ട് നൗ 24-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ പറയാണ്
it had been necessary, Christ would have had to die again and again ever since the world began. But now, once and for all time, he appeared at the end of the age to remove sin by death of his sacrifice. അന്നേരം എന്താണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ഒരു എറ്റേണൽ റിഡംഷൻ ഒരു വ്യക്തിക്ക്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ ആ സാക്രിഫൈസ് ഒരിക്കലായിട്ടും എന്നേക്കുള്ളതാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സാക്രിഫൈസ് മാത്രമേ കഴിയുന്നുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് എറ്റേണലായിട്ട് തന്നെ വീണ്ടും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അന്നേരം എബ്രായ ലേഖനത്തിൽ ഇത് തുടരുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ സാക്രിഫൈസിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എറ്റേണൽ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന, ജനിച്ച് മരിച്ച, ഇനി ജനിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പാപപരിഹാര യാഗമാണ് ക്രൂശിൽ നടന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുകയില്ല. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് റിജക്റ്റ് ചെയ്യുന്നവർക്കാണ് ശിക്ഷാവിധിയുള്ളത്. അതാണ് ഇന്ന് ദൈവം എൻ്റെ മേൽ കണക്കിടുന്ന ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇന്നലെ എബ്രായ ലേഖനത്തിൽ 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അത് എറ്റേണൽ സാക്രിഫൈസ് എന്നുള്ളതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു എഫക്റ്റിലേക്ക് വരികയാണ്. ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ കൂടി ലഭിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് വരികയാണ്. 10ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണം, വീണ്ടും പറയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അന്നേരം വീണ്ടും ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നന്മ വരാനായിട്ട് പോകുന്നു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ന്യായപ്രമാണം. എന്താണ് നന്മ? വീണ്ടും അവിടെ അത് തന്നെ പറയാണ്, നന്മകളുടെ നിഴലല്ലാതെ, സാക്ഷാൽ സ്വരൂപമല്ലാതെ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, കാര്യങ്ങളുടെ യഥാർത്ഥ സ്വരൂപമല്ലാത്തതുകൊണ്ട് ആണ്ടുതോറും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ കൊണ്ട് അടുത്തു വരുന്നവർക്ക് എന്തു വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പ്രാപിക്കുവാൻ ഒരിക്കലെങ്കിൽ, പെർഫെക്ഷൻ എന്നുള്ള വാക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പെർഫെക്ഷൻ? അവിടെ പറഞ്ഞിരിക്കുന്ന പെർഫെക്ഷൻ അവൻ്റെ മനസാക്ഷിയുള്ള പെർഫെക്ഷനാണ്. അതാണ് ഈ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസാക്ഷിയെ പെർഫെക്റ്റ് ആക്കാനായിട്ട് കഴിയുന്നില്ലെന്നാണ്. 9:9 അവിടെ പറഞ്ഞിരിക്കുകയാണ്, കനോട്ട് മേക്ക് ദ വർഷിപ്പർ പെർഫെക്റ്റ് ഇൻ കോൺഷ്യസ്. അതേ കാര്യം 10-ാമത്തെ അധ്യായത്തിലേക്കും പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് മനസാക്ഷിയുമായിട്ടുള്ള കാര്യമാണ്. അതിന് അടുത്ത വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സൽഗുണപൂർത്തി വരുത്തുവാൻ, പെർഫെക്ഷൻ വരുത്താനായിട്ട് കഴിയില്ല. അന്നേരം പെർഫെക്ഷൻ വന്നാൽ, ഈ ഒരു പെർഫെക്റ്റ് യാഗത്തിൽ കൂടി ഒരു വ്യക്തിക്ക് പെർഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇനിയും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നും ശ്രദ്ധിക്കുന്നവർ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം, ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ഒരു വ്യക്തിക്ക്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പെർഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? പറയാം. ഗിൽറ്റ് ഉണ്ടാകത്തില്ല, മനസാക്ഷി കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി കുറ്റപ്പെടുന്നില്ല. അതോടുകൂടി വേറൊരു കാര്യം കൂടി സംഭവിക്കും. അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ സിസ്റ്റർ പറഞ്ഞ ആ കാര്യം പറയുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, പാപങ്ങളുടെ ബോധം പിന്നെ ഉണ്ടാവും, യാഗം കഴിക്കുന്നത് നിന്ന് പോകും അല്ലെ. എന്നിട്ട് യാഗങ്ങൾ നിൽക്കും. കാരണം എന്താണ്? അവനെ ഈ കുറ്റപ്പെടുന്ന മനസാക്ഷിയാണ് ഇവനെ യാഗം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് കുറ്റപ്പെടുന്ന മനസാക്ഷി പോകുന്നതോടുകൂടി യാഗങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അടുത്തതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ സൽഗുണ, അല്ലെങ്കിൽ എബ്രായ ലേഖനത്തെ പറയാണ് ആരാധനക്കാരൻ, ഇവിടെയും വർഷിപ്പറുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ആരാധനക്കാരൻ ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലായ്മ വരുന്നത് കൊണ്ട് ആണ്ടുതോറും യാഗം കഴിക്കുന്നത് നിന്ന് പോകുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, യാഗങ്ങൾ എന്താണ്? യാഗങ്ങൾ പാപങ്ങളുടെ റിമൈൻഡർ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അന്നേരം ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരമയാഗം നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ റിയൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറ്റപ്പെടുന്ന മനസാക്ഷി നീങ്ങിപ്പോവുകയും ഗിൽട്ട് കോൺഷ്യസ് മാറുകയും ചെയ്യും. ഇവിടെ പാപങ്ങളുടെ മനോബോധം എന്നുള്ളത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി കറക്റ്റ്. അവിടെ അതിൻ്റെ ലിവിങ് ബൈബിൾ ട്രാൻസ്ലേഷൻ ഭാഷയല്ല അതിലിങ്ങനെയാണ് ഇരിക്കുന്നത്. ഫോർ ഗോഡ്, അവിടെ പറഞ്ഞിരിക്കുന്നത് പാപങ്ങളുടെ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഫോർ ദ വർഷിപ്പർ വുഡ് ഹാവ് ബീൻ പ്യൂരിഫൈഡ് വൺസ് ആൻഡ് ഫോർ ഓൾ ടൈം and the feelings of guilt would have been disappeared. Feeling of guilt, കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി, പാപങ്ങളെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി നീങ്ങിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താണ്? അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്,
എങ്ങനെയാണ് ഈ കുറ്റപ്പെടുന്ന മനസാക്ഷിയിൽ നമ്മൾ മാറ്റപ്പെടുന്നത്? കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം ഒരു വ്യക്തിയുടെ പാപത്തെ നീക്കുമ്പോൾ, അവൻ്റെ പാപഹൃദയത്തെ മാറ്റുമ്പോൾ, അവന് പിന്നെ കുറ്റപ്പെടുന്ന മനസാക്ഷി അവനിലേക്ക് ഉണ്ടാവാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും റിമൈൻഡർ സ്റ്റോപ്പ് ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വി മെയ്ഡ് ഹോളി. 14ാമത്തെ വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പ്രാപിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടെമ്പററി പെർഫെക്ഷൻ അല്ല, സദാകാലത്തേക്കുള്ള പെർഫെക്ഷനാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മരത്തിൽ കിടക്കുന്നത്. എന്നിട്ട് എന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം 2 രീതിയിൽ ഒരു വ്യക്തിക്ക് വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. 2 രീതിയിൽ. ഇന്നത്തെ വിശുദ്ധി പ്രസംഗിക്കുന്നത്, ഞാൻ വിശുദ്ധി പ്രസംഗിക്കുന്നവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധി പ്രസംഗിക്കുന്നവർക്കും 2 രീതിയിൽ ആൾക്കാരെ വിശുദ്ധനാക്കാനായിട്ട് കഴിയും. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവന് ഗിൽട്ടി കോൺഷ്യസ് കൊടുത്തുകൊണ്ട് അവനെ വിശുദ്ധനാക്കാനായിട്ട് കഴിയും. അല്ലേ? നീ പാപിയാണ് എന്നുള്ള ബോധ്യം, ഇല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ്, നീ അതിൻ്റെ കീഴെയാണെന്നുള്ളൊരു ഗിൽട്ടി കോൺഷ്യസ് പ്രസംഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് എപ്പോഴും അവനെ ഒരു വിശുദ്ധിയിലേക്ക് നടത്താനായിട്ട് കഴിയും. അത് പഴയ നിയമത്തിൻ്റെ രീതിയും അതായിരുന്നു. എന്നാൽ വേറൊരു രീതിയിലുള്ള വിശുദ്ധീകരണത്തിലേക്ക് നടത്താനായിട്ട് കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ കൂടി നീ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവന് കൊടുത്തിട്ട്, അതുകൊണ്ട് നീ ആ അവസ്ഥയിൽ വിശ്വാസത്തിൽ തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ യഥാർത്ഥ സുവിശേഷത്തിൽ കൂടി വിശുദ്ധനാക്കാനായിട്ട് കഴിയും. 2ൻ്റെയും എൻഡ് ഗോൾ ഒന്നാണെങ്കിലും മാർഗം ഡിഫറൻ്റ് ആണ്. ഇവിടുത്തെ പ്രോബ്ലം എപ്പോഴും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധി പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ആ എൻഡ് ഗോൾ ഒന്നാണ്. മാർഗം പഴയ ഉടമ്പടിയുടെ മാർഗമാണ്. മാർഗം ഗിൽട്ടി കോൺഷ്യസ് കൊടുത്തുകൊണ്ടാണ് ആൾക്കാരെ വിശുദ്ധനാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, എനിക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു പോകാതെ. ഞാൻ പറഞ്ഞിരിക്കുന്ന പാപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല, വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വീഴ്ച വരുമ്പോൾ അവരെ കുറ്റപ്പെടുന്ന ഒരു മനസാക്ഷിയിൽ കൂടി അവരെ വീണ്ടും വീണ്ടും വിശുദ്ധനാക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരത്താൽ അവൻ വിശുദ്ധനാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥനത്തോടെ അടുത്ത് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തായിരുന്നു പഴയ നിയമത്തിലായിരുന്നു? പഴയ നിയമത്തിൽ ഇല്ലെങ്കിൽ പാപം ചെയ്തപ്പോൾ ഒന്ന് ഗിൽറ്റി കോൺഷ്യസ്, 2 ഫിയർ, അടുത്തത് എന്താണ് ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ടുള്ള ആ ധൈര്യമില്ലായ്മ. ഇതെല്ലാം നീങ്ങിപ്പോവുകയാണ് യഥാർത്ഥ യേശുക്രിസ്തുവിൻ്റെ ശരീരയാഗത്തിൽ കൂടി. അതുകൊണ്ടാണ് അതിൻ്റെ 19ാമത്തെ വാക്യത്തിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ആഴ്ച വീണ്ടും എബ്രായ ലേഖനകർത്താവ് കേൾക്കുന്ന ആൾക്കാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ അവരുടെ പാപങ്ങളെയും അകൃത്യത്തെയും ഞാൻ ഓർക്കുകയില്ല എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ക്ഷമിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ പാപത്തെയും അകൃത്യത്തെയും ഞാൻ ഓർക്കുക പോലുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്ന ഒരാൾക്ക് ഓർക്കാനായിട്ട് കഴിയും, എന്നാൽ നീക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർക്കുന്ന മുമ്പിൽ കഴിയത്തില്ല. അങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയെ, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ട് എന്താണ്? അടുത്ത വാക്യത്തിൽ പറയുക, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി അവൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും, ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ബോൾഡ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോൾഡ്നെസ് ആണ് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നത്. കാരണം ഒരു കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി ഉണ്ടായിരുന്നു. കാരണം പാപം അവിടെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അവൻ പെർഫെക്റ്റഡ് ആയിട്ടില്ലായിരുന്നു. ദൈവം പെർഫെക്റ്റ് ചെയ്തൊരു വ്യക്തിക്ക് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കുന്നത് കുറ്റപ്പെടുന്ന മനസാക്ഷിയുമായിട്ടല്ല, അവൻ ധൈര്യത്തോടു കൂടിയാണ് കടക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിലുള്ള ധൈര്യവും. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യമുണ്ട് എന്ന് മാത്രമല്ല, ആ ദേവാലയത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നിത്യമായിട്ട് മധ്യസ്ഥത ചെയ്യുന്നൊരു മധ്യസ്ഥനുമുണ്ട്. എന്തിനാണത്? നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നേക്കാം. ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയട്ടെ, പാപത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, അവർക്കല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വീഴ്ച വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കിടക്കേണ്ടത്? ഈ ഗിൽട്ടി കോൺഷ്യസോടുകൂടിയാണോ കിടക്കേണ്ടത്? അല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ധൈര്യത്തോടു കൂടി, ബോൾഡ്നെസ്സോടുകൂടി കിടക്കണമെന്നാണ്. ഇത് തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ഈ വീഴ്ച വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ പറയുക, വിശുദ്ധിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബോൾഡ്നെസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടക്കാമെന്നല്ല പറയുന്നത്.
അല്ലേ? വിശുദ്ധിയുടെ ഒരു ലെവല് കടന്ന് നമ്മളൊരു പെർഫെക്ഷൻ്റെ സ്റ്റേജ് എത്തിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യമായിട്ട് കിടക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ തലകുനിച്ച് നമ്മൾ വളരെ എന്താണ് ഇരിക്കുന്നത്, ഒരു ബോൾനെസ്സും ഇല്ലാത്തവരെ പോലെ കിടക്കണമെന്നാണ് ചിന്തിക്കുന്നത്. എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം യേശുക്രിസ്തു മഹാപുരോഹിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് യേശുക്രിസ്തു രക്തത്തെ പറ്റിയാണ്. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനുള്ളത് കൊണ്ട് പറയാണ്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശങ്ങളിൽ കൂടി കടന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ദേവാലയത്തിലേക്ക് കടന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളതുകൊണ്ട് നമുക്കുള്ള സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള പുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വീഴ്ചകൾ പറ്റുന്ന ആ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോണ്ടക്സ്റ്റ് അതാണ്. അല്ലാതെ പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ധൈര്യത്തോടെ അടക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബലഹീനത സഹതാപം കഴിക്കാൻ കഴിയാത്തതല്ല, സകലത്തിൽ നമുക്കും ഇല്ലാണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്തവൻ അത്രയും നമുക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളിലും കൂടി കടന്നു പോയത് കൊണ്ട്, നമ്മൾ കടന്നു പോകുന്ന പരീക്ഷകൾ അവൻ അറിയാവുന്നത് കൊണ്ട്, അതുകൊണ്ട് കരുണ ലഭിക്കാൻ, എന്നാൽ കരുണ ആർക്കാണ്? ഒരു പെർഫെക്റ്റ് ജീവിതം നയിച്ച ഒരാൾക്ക് കരുണയുടെ ആവശ്യമൊന്നുമില്ല, അല്ലേ? പെർഫെക്റ്റായിട്ട് ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെയുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ വീഴ്ച വരുന്നവർക്കാണ് കരുണയുടെ ആവശ്യമുള്ളത്, അല്ലേ? വീണ്ടും ജനിച്ചൊരു വ്യക്തി എപ്പോഴും ഒരു പെർഫെക്റ്റായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവൻ രക്ഷിക്കപ്പെട്ടവല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ശുദ്ധീകരണം ഒരിക്കലും ഒരു പെർഫെക്റ്റ്ലി ശുദ്ധീകരണത്തിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ്റെ ജീവിതത്തിൽ വീഴ്ച വരുമ്പോൾ അവൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കേണ്ടതെന്നാണ്, അതാണ് അതിൻ്റെ കോണ്ടക്സ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്തുള്ള സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരികയാണ്. ബോൾഡ്നെസ്സോടുകൂടി, പഴയ നിയമത്തിൽ ഫിയറോടുകൂടി, കുറ്റപ്പെടുന്ന മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ എങ്ങനെ കടക്കും, മരിക്കുമോ, ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള പേടിയിൽ കടക്കുന്നിടത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ധൈര്യത്തോടുകൂടി. ആരാണ് ഇവിടെ ധൈര്യത്തോട് നടക്കേണ്ടത്? വിശുദ്ധിയിൽ തികഞ്ഞവൻ നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വിശുദ്ധനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരികയാണെങ്കിൽ അവൻ എങ്ങനെയാണ്? ധൈര്യത്തോടു കൂടി. യേശുക്രിസ്തുവിൻ്റെ രക്തവും അവിടെ ഉണ്ട്, ഒരു മഹാപുരോഹിതൻ അവിടെ ഉള്ളതുകൊണ്ട് നാം ധൈര്യത്തോടു കൂടി കൃപാസനത്തിന് അടുത്തില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകൾ നടത്തില്ല, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമാണ്, വിശദമാണ്. പക്ഷേ എൻ്റെ ടൈം ലിമിറ്റേഷൻ കൊണ്ടാണ് ഞാനിത് എപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ വിശദീകരിക്കാൻ നിർത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നീട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്ന കാര്യമാണ്. എന്താണ് ഞാനിത് പറയുന്നത്? എൻ്റെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇത്രയും വർഷവും ഞാൻ ഒരിക്കലും ഈ ലോലെസ്നെസ് പഠിപ്പിക്കുന്ന, പ്രോസ്പെറിറ്റി ഗോസ്പൽ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള സഭകൾ ഞാൻ പോയിട്ടില്ല. ഇല്ലെങ്കിൽ പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു പാർട്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എങ്ങനെയും അബദ്ധത്തിൽ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആയിരുന്നത് സോക്കോൾ ഹോൾനെസ് ചർച്ചസിലാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് എൻ്റെ അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് വേദവാക്യങ്ങളായിട്ട് എടുക്കരുത്, പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ ഗിൽട്ടി കോൺഷ്യസ് ഉള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത്, ദൈവസന്നിധിയിൽ കടക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൈവവചനം പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഹോളിനെസ് പഠിപ്പിക്കുന്ന സഭകളിലാണ്. എന്താണ് പ്രോബ്ലം? ഹോളിനെസ് പഠിപ്പിക്കുന്നുള്ളതല്ല പ്രശ്നം. അവർ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹോളിനെസ് പഠിപ്പിക്കുന്നുള്ളതാണ് പ്രശ്നം. പഴയ ഉടമ്പടിയുടെ പ്രിൻസിപ്പൽ ഹോളിനെസ് പഠിപ്പിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. യേശുക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരയാഗത്തെപ്പറ്റി, കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെപ്പറ്റി പഠിപ്പിക്കാതെ, നിങ്ങളുടെ പെർഫോമൻസ് വഴി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടക്കാൻ ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പെർഫോമൻസിൻ്റെ ലെവൽ എത്തിയേ ഒക്കുകയുള്ളൂ എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കുന്നത് കൊണ്ട് അനേക ആൾക്കാർ, ഒരു ബോൾഡ്നെസ് ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. ദൈവവചനം ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നവരെ കണ്ടിട്ടില്ല. ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബ്രദർ ദൈവവചനം സംസാരിക്കുമ്പം ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ പറയരുത്, നമ്മൾ താഴ്മയിലാണ് ദൈവവചനം സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ താഴ്മ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിരവർ പറഞ്ഞിരിക്കുന്നത് നമ്മളും പാപികളാണ്, നിങ്ങളും പാപികളാണ്, എനിക്കും ഇതൊക്കത്തില്ല, നിങ്ങൾക്കും ഇതൊക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ ദൈവവചനം പറയണമെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ഞാൻ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് സമയമില്ല. അന്നേരം ഇവർ പറയുന്നത് നമ്മളിപ്പോഴും പാപികളാണ് എന്ന് നമ്മൾ ബോധ്യം ഉണ്ടാക്കണം. പൗലോസ് പോലും പറഞ്ഞു ഞാൻ പാപികൾ പ്രധാനിയാണെന്ന് പറഞ്ഞു. ഇതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. പൗലോസ് അങ്ങനെ ഞാൻ പാപികൾ പ്രധാനിയാണെന്നല്ല പറഞ്ഞത്. പൗലോസ് പറഞ്ഞത് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ വന്നു, ആ പാപികൾ ഞാൻ പ്രധാനിയാണെന്ന് പറഞ്ഞിരിക്കും. ഞാൻ ഇപ്പോഴും പാപിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പാപിയായിരുന്നു, എനിക്കത് പറയാനായിട്ട് കഴിയും. എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പറയാനായിട്ട് കഴിയും, ഈ ലോകത്തെ ഏറ്റവും വലിയൊരു പാപിയായിരുന്നു ഞാൻ എന്നെനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം ഞാൻ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ടില്ല, ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവം എനിക്ക് തന്നത്, എന്നെ ദൈവം പെർഫെക്റ്റ് ആക്കി.
ആ പെർഫെക്ഷനിലാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുന്നത്. ആ പെർഫെക്ഷനിൽ തന്നെയാണ് ദൈവം സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് ദൈവനം പഠിപ്പിക്കുന്ന ആ ബോൾഡ്നെസ് എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വളരെയാണ്. അനേക ആൾക്കാർക്ക് വിശുദ്ധി പഠിപ്പിക്കുന്നിടത്ത് ബോൾഡ്നെസ് ഇല്ലാത്തത്, അവർക്ക് ജീവനില്ലാത്തത്, ദൈവികമായിട്ടുള്ള ധൈര്യമില്ലാത്തത്, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി ദൈവം എന്തു ചെയ്തു എന്നുള്ളത് അവർക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മുടെ ദുർമനസാക്ഷി നീങ്ങപ്പെടുകയും ആ ഗിൽട്ടി കോൺഷ്യസ് നീങ്ങപ്പെടുകയും നമുക്ക് ധൈര്യം ഉണ്ടാവുകയും നമുക്ക് നമ്മളെ ദൈവം പെർഫെക്റ്റ് ആക്കുകയും നമുക്കൊരു നിർമ്മല മനസാക്ഷി തരികയും ചെയ്യുന്നു. അത് അടുത്ത വാക്യത്തിൽ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് 22-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 10:22 പറയാണ്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ലെറ്റ് us ഡ്രോ നിയർ വിത്ത് എ സിൻസിയർ ഹാർട്ട് ആൻഡ് ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത് ഹാവിംഗ് അവർ ഹാർട്ട് സ്പ്രിങ്കിൾഡ് ക്ലീൻ ഫ്രം ആൻ ഈവിൾ കോൺഷ്യസ് ആൻഡ് അവർ ബോഡീസ് വാഷ്ഡ് വിത്ത് പ്യുവർ വാട്ടർ. അവിടെ പറയുകയാണ്, നമ്മളിത് നമ്മളുടെ ഉള്ളിൽ തന്നെ പറയേണ്ടതാണ്. നമ്മൾ ദുർമനസാക്ഷിയുമായിട്ടല്ല ദൈവത്തിന് സന്നിധിക്ക് ചെല്ലേണ്ടത്. കർത്താവിൻ്റെ ധൈര്യം ധൈര്യത്തോട് ചെല്ലാനായിട്ട് ദൈവം നമുക്ക് ധൈര്യം തന്നിരിക്കുന്നു. അങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് വർഷിപ്പ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം പറയുന്നത്. പുതിയ നിയമ വർഷിപ്പ്. പുതിയ നിയമ വർഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് സഭായോഗത്തിൽ പോയിട്ട് പാട്ട് പാടുന്നതും അന്യഭാഷ പറയുന്നതും ഈ കാര്യങ്ങളല്ല. പുതിയ നിയമ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നിർമ്മല മനസാക്ഷിയിൽ ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള കണ്ടിന്യൂസ് ബന്ധത്തിൽ ജീവിക്കുന്നതാണ്. അതാണ് ശമരിയാക്കാരി സ്ത്രീയുടെ യേശുക്രിസ്തു പറഞ്ഞത്, ഈ മലയിലുമല്ല ആ മലയിലുമല്ല പിതാവിനെ സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നാഴിക വരുന്നു. ദുർമനസാക്ഷി നീങ്ങിയവരായിട്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവരായിട്ട് അങ്ങനെയുള്ളൊരു ജീവിതം, ആ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമ വിശുദ്ധ ജീവിതം കണ്ടിന്യൂ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റൂട്ട്. വിശുദ്ധ ജീവിതമാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്, അല്ലാത്തതല്ല. ലോലെസ്നെസ് അല്ല, എന്നാൽ ഹോളിനെസ് ഇൻ ദ ന്യൂ കവനന്റ്. യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ആ പരിപൂർണമായിട്ടുള്ള യാഗത്തിൽ കൂടി പരിപൂർണരാക്കപ്പെട്ടു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ പോകുന്നത്. അതേപോലെ അങ്ങനെ അർത്ഥവും പറയുന്നുണ്ട്, പാപത്തോട് പോരാടണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തുന്നു, ഇതെല്ലാം പറയുന്നത്. പക്ഷേ എൻ്റെ അടിസ്ഥാനം എബ്രായ ലേഖന കർത്താവ് വിടുന്ന ഇവിടെയാണ്. ഇതൊന്നും മനസ്സിലാകാത്തതുകൊണ്ട്, ഇതില്ലെങ്കിൽ ഇത് പഠിപ്പിക്കാത്തതുകൊണ്ട്, ഇത് മനസ്സിലാകാത്തതുകൊണ്ട് അനേക സഭകളിൽ വിശുദ്ധി പഠിപ്പിക്കുന്നിടത്ത് ആൾക്കാർ ഗിൽട്ടി ആയിട്ട് ധൈര്യമില്ലാതെ അവർ ക്രിസ്തീവ് നയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. മുമ്പോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ചകളിൽ ഞാൻ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ മനസ്സിലായി, ഈ സഹോദരൻ പറഞ്ഞ പോലെ അല്ലല്ലോ കാര്യങ്ങൾ, ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, കുറേയൊക്കെ ഗിൽറ്റി കോൺഷ്യസ് വേണ്ടേ? ഈ താഴ്മയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഗിൽറ്റി ആയിട്ട് പോകുന്നതല്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ആ ചോദ്യങ്ങളില്ല, താങ്ക്സ് ഉണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന്. അല്ല, അത് ഇത് നമുക്കധികം ഇത് കേൾക്കാത്ത കാരണം കൊണ്ട്. പക്ഷെ ഇതിന്റെ ഒരു നമുക്കൊരു ധാരണ എപ്പോഴും മനസ്സിലുണ്ട്. കാരണം കർത്താവായ ദൈവം അൾട്ടിമേറ്റ്ലി സാക്രിഫൈസ് ചെയ്ത് നമ്മളെ വീണ്ടും പാപികളാക്കി ഈ കുറ്റവാള നമ്മുടെ ഈ പൊതുവെയുള്ള പഠിപ്പിക്കൽ 99% ബ്രദർ പറഞ്ഞതുപോലത്തെ പഠിപ്പിക്കലാണല്ലോ കൂടുതൽ. എല്ലാവർക്കും വിശുദ്ധിയോടെ നടക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ അതിന്റെ മെത്തേഡ് വേറെയാന്ന് മാത്രം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. കാരണം ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ പെർഫെക്റ്റ് ആയി എന്നുള്ള ഒരു ഇത് നമുക്ക് ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളുടെ പല മേഖലകളിലും വിശുദ്ധീകരണം ആവശ്യമായിട്ടുള്ള മേഖലകൾ നമുക്ക് നമ്മൾ ബോധവാന്മാരല്ലാത്ത ഒരു ഇതിലുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാകാമല്ലോ. അപ്പൊ നമ്മളുടെ ചില കാര്യങ്ങളിൽ ചില ഇതില് നമ്മൾ പിന്നീട് എന്തെങ്കിലും വചനം കേൾക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ബോധം വരുന്നത്. അപ്പോ നമ്മൾ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ആ ഒരു തോന്നലില് നമ്മൾ നടക്കുമ്പോ അത് എങ്ങനെയാവും അതിന്റെ ഇത്? നമുക്ക് ഇനിയൊന്നും ഒരു മേഖലയും കറക്റ്റ് ചെയ്യപ്പെടാനില്ല എന്നുള്ള ഒരു ഇത് വരുമോ അപ്പോ? ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതെല്ലാം എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാഞ്ഞുകൊണ്ടാണ് ഞാനത് പറയരുത്. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളത് എവിടാണ് പെർഫെക്റ്റ് ആയിരിക്കുന്നത്? നമ്മുടെ
മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്താത്ത നിമിത്തം ഒരു ദുർമനസാക്ഷി ഇല്ലാതെ വന്ന് നമ്മുടെ സ്പിരിറ്റിൽ ദൈവം നമ്മളെ പെർഫെക്റ്റ് ചെയ്തിരിക്കും എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും തെറ്റുകൾ വരാം. യോഹന്നാൻ്റെ സുവിശേഷം എൻ്റെ പിന്നെ ലാപ്ടോപ്പിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് അധികം സംസാരിക്കാൻ എനിക്ക് ടൈമില്ല. ഞാൻ വേണമെങ്കിൽ ഇതൊക്കെ അടുത്ത ആഴ്ച ക്ലാരിഫൈ ചെയ്യാം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റായിട്ട് ജീവിക്കുന്നു എന്നല്ല പറയുന്നത്. ദൈവം എന്നെ പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു. ദൈവം എന്നെ കാണുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് യേശു ക്രിസ്തുവിൽ കൂടി. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പെർഫെക്റ്റ് ആയിരിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വീണ്ടും കുറ്റങ്ങൾ വരാം, കുറവുകൾ വരാം. കുറവുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെപ്പറ്റി ബോധ്യം വരുത്തും. അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം തന്നെ വഞ്ചിക്കുന്നു പറയുന്നു. എന്നിട്ട് വീണ്ടും പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കൊരു മഹാപുരോഹിതൻ്റെ ആവശ്യമില്ല, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി നമ്മുടെ ജീവിതം മുഴുവൻ പെർഫെക്റ്റ് ആയെങ്കിൽ നമുക്കൊരു മഹാപുരോഹിതൻ്റെ ആവശ്യമില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്നാൽ ദൈവം നമ്മളുടെ ആത്മാവിനെ പെർഫെക്റ്റ് ചെയ്തിരിക്കുന്നു. ദൈവം നമ്മളെ എന്നേക്കുമായിട്ട് വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം നമ്മളെ കാണുന്നത് പെർഫെക്റ്റായിട്ടാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുകയും നമ്മൾ ആ കുറ്റങ്ങൾ ഏറ്റുപറയുകയും ചെയ്യണം. അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹാപുരോഹിതനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും ക്ലെൻസിങ് ചെയ്യുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എഴുതുന്നു. ഇത് പാപം ചെയ്യുന്നതിനെ പറ്റിയാണ് ഇരിക്കുന്നത്. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ, പാപം ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ. അന്നേരം ആ മധ്യസ്ഥൻ അവിടെ ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ എങ്ങനെയാണ് അവൻ്റെ അടുക്കലോട്ട് ചെല്ലേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാപത്തിൽ വീഴുന്നൊരു വ്യക്തി, പാപത്തിൽ കണ്ടുചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, പാപത്തിൽ വീണൊരു വ്യക്തി ഈ മധ്യസ്ഥൻ്റെ അടുക്കലോട്ട് എങ്ങനെയാണ് ചെല്ലേണ്ടത്? എങ്ങനെ ചെല്ലേണ്ടതെന്ന് ബൈബിൾ പറയുന്നുണ്ടോ? അത് തലകുനിച്ച് ഗിൽറ്റി കോൺഷ്യസ് ആയിട്ട് ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ അരിഷ്ടനാണ്, പാപിയാണ് എന്ന് പറഞ്ഞിട്ടാണോ ചെല്ലേണ്ടത്? അതോ ധൈര്യത്തോടാണോ ചെല്ലേണ്ടത്? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? നമ്മൾ പാപം ചെയ്താൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ മധ്യസ്ഥ വലതുഭാഗത്തുണ്ടെന്ന് യോഹന്നാൻ പറയുന്നത്. എങ്ങനെ ചെല്ലണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട്. എങ്ങനെ ചെല്ലണമെന്നാ പറയുന്നത്? അതാണ് എബ്രായറിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായറിൽ പറഞ്ഞിരിക്കുന്നത് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ധൈര്യത്തോടെ എന്നുള്ള വാക്ക് അവിടാണ് ഞാനത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ധൈര്യമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത്. ദുർമനസാക്ഷിയുമായിട്ട്, കുറ്റപ്പെടുത്തുന്ന മനസാക്ഷിയുമായിട്ട് അല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. ധൈര്യത്തോടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവുകയില്ല എന്നോ, കുറവുകൾ ഉണ്ടായാൽ അതിനെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നല്ല പറയുന്നത്. കുറവുകൾ ഉണ്ടാകുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെന്നിട്ട് അത് ഏറ്റു പറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധി ജീവിക്കാനായിട്ട് കഴിയുകയും നമ്മുടെ പാപത്തിൽ വീഴുന്നത് നമ്മൾ കുറയുകയും ചെയ്യും. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശദീകരണം. അതിൻ്റെ വേ ഏതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബ്രദർ. സഹോദരന്മാരെ, ഞാൻ ഇന്ന് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ എടുക്കാനായിട്ട് വിട്ടുപോയതുകൊണ്ട് എൻ്റെ ചാർജ് കഴിയാറായി. സോറി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ചയിൽ എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കൂടുതൽ ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഫെബ്രുവരി പ്രാർത്ഥിക്കാമോ? കർത്താവേ, വീണ്ടും നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഒരുക്കിയ കർത്താവെ ഈ വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്തോത്രം. നിന്നിൽ ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തുടർന്ന് കർത്താവെ നിന്നെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ആത്മാവിനാൽ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച, ഞങ്ങളോട് ഇടപെട്ട എല്ലാ വചനങ്ങൾക്കുമായിട്ട് സ്തോത്രം. ഉത്സാഹിപ്പിച്ച എല്ലാ വചനങ്ങൾക്കുമായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ജിൻസാറിനെ എത്രത്തോളം കൃപയിൽ നിർത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവ് അത് യഥാർത്ഥമായിട്ട് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതേ സ്വാതന്ത്ര്യത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. നിന്റെ രാജ്യം പണിയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളിൽ അവിടുന്ന് ഇടപെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. താങ്ക് യു സഹോദരന്മാരെ. ഞാൻ ഈ പറഞ്ഞ വിഷയം
എനിക്കറിയാം ഇത് പൊതുവെ കേൾക്കാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് പല ചോദ്യങ്ങളുണ്ടാകും. ഞാനിതിൻ്റെ ഒരു എല്ലാ വശങ്ങളും പറയുകയും ചെയ്തില്ല, കാരണം അത് മുമ്പോട്ട് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ സമയമുള്ളപ്പോൾ ഞാൻ വിശദീകരിക്കാം. ഞാനീ പറഞ്ഞത് മുഴുവൻ കർത്താവിനെ യഥാർത്ഥമായിട്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവൻ തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നു പറയാം. അങ്ങനെ വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് അവരുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി എന്താണ് സാധിച്ചതെന്നുള്ള യഥാർത്ഥ ബോധ്യത്തിലേ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നവർക്കാണ് ഇത് ആപ്ലിക്കബിൾ. അതേസമയം ഇതൊരു പാപം ചെയ്യാനായിട്ടുള്ള എക്സ്ക്യൂസായിട്ട്, എന്നാൽ യേശുക്രിസ്തു എന്നെ പെർഫെക്റ്റ് ആയിരിക്കുന്നുവല്ലോ, ഞാൻ എനിക്ക് പാപം ചെയ്യാം എന്ന് പൗലോസിൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ, ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലല്ലായിക്കാൽ പാപം ചെയ്യാനുള്ളൂ എന്ന് അവർക്കുള്ള എക്സ്ക്യൂസ് അല്ല. അന്നേരം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. എനിക്കിതൊരു മെച്ചുവറായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതിലുമായിട്ട് മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സുകൾ കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.